പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന ആശിർ നന്ദ മരണത്തിന് മുൻപ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നതായി സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. ഇതിൽ പേരുള്ള 2 അധ്യാപകരെ കൂടി സ്കൂൾ മാനേജ്മെന്റ് SFIയുടെ പ്രതിഷേധത്തെ തുടർന്ന് പുറത്താക്കി. സ്കൂളിൽ ചേർന്ന യോഗത്തിൽ പുതിയ PTA ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ആശിർ നന്ദ അധ്യാപകർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നതായി സുഹൃത്താണ് വെളിപ്പെടുത്തിയത്. ഈ കുറിപ്പ് സുഹൃത്ത് പോലീസിന് കൈമാറി. 5 അധ്യാപകർക്കെതിരെയായിരുന്നു കുറിപ്പിലെ ആരോപണം. ആശിർ നന്ദ എഴുതിയിട്ടുണ്ടായിരുന്നു. അവളുടെ ഫ്രണ്ടിന്റെ ബുക്കിൽ ബാക്കിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അവളുടെ ഫ്രണ്ടിന് ഇത് അറിയില്ലായിരുന്നു. അവള് നോക്കുമ്പോഴാണ് കണ്ടത്. അതില് അവൾക്ക് അർച്ചന ടീച്ചറെ, അമ്പി ടീച്ചറെ, ഞങ്ങളുടെ പ്രിൻസിപ്പളെ, പിന്നെ സ്റ്റെല ടീച്ചറൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞ അവരാണ് അവളുടെ മരണത്തിന് കാരണം എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവളെ ഫിസിക്കലി മെന്റലി ഭയങ്കര ടോർച്ചറിങ് ആണ്. അവൾക്ക് മാർക്ക് പറഞ്ഞപ്പോൾ ഷഫിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ ഫ്രണ്ട്സും പോയി. പാരന്റ്സിന്റെ സൈഡിൽ നിന്നും പ്രഷർ ഉണ്ടാവുമല്ലോ മാർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സ് അല്ല, സ്റ്റെല്ല ടീച്ചർ മോട്ടിവേറ്റ് അല്ല ചെയ്യുക, ഡീമോട്ടിവേറ്റ് ആണ് ചെയ്യുക. ആ ക്ലാസ്സിൽ പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ലെസ് സ്കോറേഴ്സിന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ 3 അധ്യാപകരെ സ്കൂളിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്താക്കിയിരുന്നു. എന്നാൽ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള അമ്പിളി, അർച്ചന എന്നീ അധ്യാപകരെ പുറത്താക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. SFI പ്രതിഷേധം തുടർന്നപ്പോൾ മാനേജ്മെന്റ് അധ്യാപകരെ പുറത്താക്കി. ഈ സ്കൂളിനകത്തെ മാനേജ്മെന്റിന് വേണ്ടി വിടുപണി ചെയ്യുന്നവരാണ് ഇവിടുത്തെ PTA എന്നുള്ളത്. ആ PTA പിരിച്ചുവിട്ടുകൊണ്ട് പുതിയ PTA അധികാരത്തിലേക്ക് കൊണ്ടുവരിക. എല്ലാവർക്കും താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾക്ക് താല്പര്യമുള്ള ഒരു PTA തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു SFI മുന്നോട്ട് വെച്ചിട്ടുള്ള ആദ്യത്തെ ആവശ്യം. ആ ആവശ്യം ഇന്ന് ഇവിടെ വെച്ച് തന്നെ അംഗീകരിക്കുകയും പുതിയ PTAയെ ഇന്ന് ഇവിടെ വെച്ച് തന്നെ തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഉറച്ച നിലപാടോടുകൂടി തന്നെ ഇവിടുത്തെ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ഞങ്ങളുടെ സമരത്തിന്റെ ഒപ്പം നിന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരു തരത്തിലും പിന്മാറില്ല എന്ന് പറഞ്ഞതിന്റെ ഭാഗമായി ആ 2 അധ്യാപകരെയും ഡിസ്മിസ് ചെയ്യുന്നതിന് വേണ്ടി കൂടി ഇതിൽ തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പരാതികൾ കേൾക്കുന്നതിന് വേണ്ടി ഓൺലൈൻ പരാതി സെല്ല് ഉൾപ്പെടെ SFI ഉന്നയിച്ചിട്ടുള്ള, SFI ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം അംഗീകരിച്ചു തരുന്ന പുതിയ PTA ഉൾപ്പെടെ തെരഞ്ഞെടുക്കുന്ന ഒരു നില ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. PTA യോഗത്തിൽ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് സ്കൂളിൽ നിന്നുമുണ്ടായ ദുരനുഭവങ്ങൾ വിവരിച്ചു. മാനേജ്മെന്റ് ഭാഗത്ത് ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുന്നുണ്ട്. പ്ലീസ് ഈ ലിസ്റ്റിൽ പേര് വന്നിരിക്കുന്ന എല്ലാ അധ്യാപകരെയും ഡിസ്മിസ് ചെയ്യുന്നു. അധ്യാപകരെയും പുറത്താക്കിയുള്ള മാനേജ്മെന്റ് പ്രതിഷേധത്തിനൊടുവിൽ പുതിയ PTA ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പരാതികൾ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും യോഗത്തിൽ തീരുമാനമായി. കൈരളി ന്യൂസ്, പാലക്കാട്.